ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. 1 തിമോത്തിയോസ് 4:12 ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. വളരെ ചെറിയൊരു വാക്യമാണ്, എന്നാൽ യൗവനക്കാരായ എല്ലാവർക്കുമുള്ളൊരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന്, താൻ ആത്മാവിൽ ജനിപ്പിച്ചതായ തിമോത്തിയോസ് എന്ന യൗവനക്കാരന് അയക്കുന്ന ഒരു ലേഖനമാണിത്, അല്ലെങ്കിൽ അയക്കുന്ന ഒരു കത്താണിത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. നിങ്ങൾക്ക് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിവിങ് ബൈബിൾ അതേ വേഴ്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിൻ്റെ ലിവിങ് ബൈബിൾ വേഴ്സ് ഇതാണ്: ഡോണ്ട് ലെറ്റ് എനിവൺ തിങ്ക് ലിറ്റിൽ ഓഫ് യു ബിക്കോസ് യു ആർ യങ്. ബി ദെയർ ഐഡിയൽ. ഐഡിയൽ അല്ല, ബി ദെയർ ഐഡിയൽ. ലെറ്റ് ദം ഫോളോ ദ വേ യു ടീച്ച് ആൻഡ് ലീവ്. ബി എ പാറ്റേൺ ഫോർ ദം ഇൻ യുവർ ലവ്, യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ക്ലീൻ തോട്ട്സ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 ശമൂവേൽ 16 അതിൻ്റെ 1 വാക്യമാണ്. അവിടെയും ഒരു യൗവനക്കാരനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ആ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് സ്വർഗത്തിലെ ദൈവം, ആ പ്രവാചകന് ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്: ഞാൻ നിന്നെ ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ നടത്തുന്നതിനായി ഒരു രാജാവിൻ്റെ ആവശ്യമുണ്ട്. പഴയ രാജാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് പുതിയൊരു രാജാവിനെ തെരഞ്ഞെടുക്കുവാനായി സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. ആ കാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുക്കുന്ന പ്രവാചകന്മാരിൽ കൂടിയാണ്. അതുപോലെയുള്ളൊരു പ്രവാചകനായിരുന്നു ശമൂവേൽ. ആ ശമൂവേലിനോട് പറഞ്ഞു, ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കും. സ്വർഗത്തിലെ ദൈവമാണ് അയക്കുന്നത്. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ആരെയാണെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ല. പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഈ യിശ്ശായിക്ക് 8 മക്കളുണ്ട്. ഈ 8 മക്കളിൽ ആരാണ് രാജാവ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നതെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ശമൂവേലിനോട് പറഞ്ഞില്ല. ശമൂവേലിനെ ആ ദേശത്തേക്ക് അയച്ചു. ശമൂവേൽ അവിടെ ചെന്നു യിശ്ശായിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. യിശ്ശായിയോട് പറഞ്ഞു, മക്കളെ എല്ലാം കൂട്ടിക്കൊണ്ടുവരും, അവരെല്ലാം നമുക്ക് ശുദ്ധീകരിച്ച് നമുക്കൊരു ശുശ്രൂഷയുണ്ട്, വരാമെന്ന് പറഞ്ഞു. യിശ്ശായി തൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. യിശ്ശായിയുടെ 8 മക്കളിലും 3 പേര് പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതായ നല്ല തണ്ടും തടിയുമുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കുമല്ലോ രാജാവാകാൻ പോകുന്നത്. അവിടെ ശമൂവേലിൻ്റെ മുമ്പിലേക്ക് ആദ്യം 1ാമത്തെ മകനെ, ഏറ്റവും മൂത്ത മകനെ, നമ്മുടെ രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ, ഏലിയാബ് എന്ന് പറയുന്ന മൂത്ത മകനെ അവൻ ആദ്യം നീക്കി നിർത്തി. അപ്പോൾ യിശ്ശായിയുടെ നോട്ടത്തിലും ആൾ നല്ല തണ്ടും തടിയുമുള്ള ആളാണ്, നല്ല പൊക്കമുള്ള ആളാണ്, പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, രാജാവാകാൻ യോഗ്യനാണ്. അപ്പോൾ ശമൂവേൽ കണ്ടപ്പോൾ ശമൂവേലിന് തോന്നി, ശരിയാണല്ലോ, നല്ല നല്ല പൊക്കമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ഒത്ത ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ യിശ്ശായി അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം പറയുന്നതായ ഒരു വാക്യമുണ്ട്: അവൻ യിശ്ശായി അവൻ്റെ മക്കളെ ശുദ്ധീകരിച്ചു, അവരെ യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. പ്രവാചകനായ ശമൂവേലിനും തോന്നിയത് ഈ ആദ്യത്തെ മകനായ ഏലിയാബാണ് പറ്റിയ ആള്. കാര്യം ഏലിയാബിന് മൂത്ത മകനാണ്, കുടുംബത്തിൽ നല്ല പൊക്കമുണ്ട്. എന്നാൽ ഉടനെ തന്നെ സ്വർഗത്തിലെ ദൈവം ശമൂവേലിനോട് പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. കാര്യം മനുഷ്യർ നോക്കുന്നത് എങ്ങനെയാണ്? മുഖത്തേക്ക് നോക്കും, പൊക്കം നോക്കും, ആരോഗ്യം നോക്കും.
കുലീനനാണോ നോക്കുക, അങ്ങനെയാണ് മനുഷ്യർ നോക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയാണ്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത കാര്യം ഇതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് നമുക്ക് നല്ലവരെന്ന് തോന്നുന്ന അനേകർക്ക് ക്രിസ്തുവിനെ വേണ്ടാത്തത്, ഈ സുവിശേഷം വേണ്ടാത്തത്, പ്രാർത്ഥനയോഗങ്ങൾ വേണ്ടാത്തത്? കാര്യം മനുഷ്യൻ പുറമേ നോക്കുന്നു, സ്വർഗത്തിലെ ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇശയ്യായ്ക്ക് കാര്യം മനസ്സിലായില്ല. കാര്യം സ്വർഗത്തിലെ ദൈവം ഇത് പറഞ്ഞത് പ്രവാചകനോടാണ്. അപ്പോൾ ഇശയ്യായി എന്ത് ചെയ്തു? ഉടനെ തന്നെ അടുത്ത മകൻ, അടുത്ത പൊക്കമുള്ള നല്ല ആരോഗ്യമുള്ള പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതായ അമീനാദാബിന് മുമ്പിലേക്ക് നീക്കി നിർത്തി. അത് കഴിഞ്ഞ് ശമ്മയെ നീക്കി നിർത്തി. അങ്ങനെ ഓരോരുത്തരായിട്ട് 7 മക്കളെ നീക്കി നിർത്തി. അപ്പൻ്റെ നോട്ടത്തിലും ഈ പറയുന്ന 7 മക്കൾ കൊള്ളാവുന്നവരാണ് രാജാവാകാൻ. ആദ്യത്തെ 3 പേര് പട്ടാളത്തിലാണ്, എന്നാൽ അവരല്ലെങ്കിലും അതിന് തൊട്ട് താഴെയുള്ള മക്കളെല്ലാം കൊള്ളാം. അവർ 7 പേരെ നിർത്തി. പക്ഷെ 7 പേരുടെ കാര്യത്തിലും പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവരെ ആരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന്. പ്രവാചകന് സംശയമായി. കാര്യം ഇശയ്യായിയുടെ മക്കളിലാണ് ഒരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ നോട്ടത്തിൽ യെശയ്യായി എല്ലാ മക്കളെയും കൊണ്ടുവന്നു, അവരെ എല്ലാം മുന്നിൽ നിർത്തി. പക്ഷെ അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ സംശയം വന്നിട്ട് ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, യഹോവ ഇവരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല, നിന്റെ മക്കൾ, നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ചോദിച്ചു. കാര്യം എത്ര മക്കളുണ്ടെന്നുള്ളത് പ്രവാചകന് അറിയില്ല. എല്ലാവരും ആയോ എന്ന് ചോദിച്ചപ്പോൾ ഈ അപ്പനായ ഇശയ്യായി പറയുകയാണ്, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, 7 മക്കൾ കഴിഞ്ഞ് 8ാമത്തവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാവുന്നു എന്ന് പറഞ്ഞു. അപ്പന് വിലയില്ല, സഹോദരങ്ങൾക്ക് വിലയില്ല, നാട്ടുകാർക്ക് വിലയില്ല. പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് വരാറില്ലേ? വീട്ടിൽ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മളെ ആരും മാനിക്കുന്നില്ല, നമ്മൾ പറയുന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് ഒരിടത്തും വില കിട്ടുന്നില്ല. നമ്മൾ സ്കൂളിൽ പോയാൽ വില കിട്ടുന്നില്ല, കോളേജിൽ പോയാൽ വില കിട്ടുന്നില്ല, ജോലി സ്ഥാപനത്തിൽ നമുക്ക് വില കിട്ടുന്നില്ല, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും നമുക്ക് വില കിട്ടുന്നില്ല. എന്നാൽ വില തരുന്നവനായ ഒരു സ്നേഹവാനായ യേശുക്രിസ്തു ഉണ്ട്. എന്താണ് സംഭവിച്ചത്? അപ്പോൾ തന്നെ പ്രവാചകൻ പറയുകയാണ്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. നിനക്ക് വിലയില്ലാത്തടത്ത് വില തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതം എന്നേക്കുമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ശരിയാണ്, വീഴ്ചകൾ വന്നിട്ടുണ്ട്, പോരായ്മകൾ വന്നിട്ടുണ്ട്, അവിവേകങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്, ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുണ്ട്, ബലഹീനതകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയൊരു മഹാഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരിക്കലായിട്ട് ഞങ്ങളുടെ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. അതിനുശേഷമാണ് ജീവിതത്തിൽ ഉയർച്ച വരുന്നത്. ഇവിടെ ദാവീദിനെ, ഏറ്റവും ഇളയ മകൻ എന്ന് പറയുന്നത് ദാവീദാണ്. ദാവീദിനെ അപ്പോൾ തന്നെ ആളയച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. അപ്പന് വേണ്ടാത്തതായ, സഹോദരങ്ങൾക്ക് വേണ്ടാത്തതായ, ആരും വിലമതിക്കാത്തതായ നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. നാം ചെയ്യേണ്ടത് ഒന്നേ ഒന്ന് മാത്രം. നമ്മുടെ ഈ പ്രായത്തിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഒരു നിബന്ധനയും കൂടാതെ കൊടുക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഉയർത്തും, സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. എൻ്റെ 19ാമത്തെ വയസ്സ് വരെയും ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ, ജീവിതത്തിൽ യാതൊരു സന്തോഷവുമില്ലാതെ, എന്നും ഭയത്തിനടിമയായി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. സന്തോഷത്തിന് വേണ്ടി ഞാൻ സിനിമകൾ കണ്ടു നോക്കി, ഞാൻ പല ചീത്ത പുസ്തകങ്ങളും വായിച്ചു നോക്കി, ഞാൻ അനേകം നോവലുകൾ വായിച്ചു നോക്കി, ഞാൻ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പല തമാശകളും ചീത്ത കാര്യങ്ങളും പറഞ്ഞെല്ലാം നോക്കി. ഒന്നും എനിക്ക് സമാധാനം കിട്ടിയില്ല, ഒന്നും എനിക്ക് സന്തോഷം തന്നില്ല.
എന്നാൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിന് എൻ്റെ ജീവിതം ഒരു നിബന്ധനയും കൂടാതെ കൊടുക്കുവാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു. അന്ന് എനിക്ക് ഒരു സമാധാനമുണ്ടായിരുന്നു. എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ സാധിച്ചിരുന്നില്ല. എന്നെ ആരും മാനിക്കുന്നില്ല, എനിക്ക് ഒരു കഴിവുമില്ല, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കാൻ തക്കവണ്ണം എനിക്ക് വലിയൊരു കൃപ തന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സമർപ്പിച്ചതല്ല, സ്വന്തം ആഗ്രഹപ്രകാരം സമർപ്പിച്ചതല്ല. ഇതുപോലൊരു യോഗത്തിൽ സ്വർഗത്തിലെ ദൈവം ആഹ്വാനം ചെയ്തപ്പോൾ, ജീവിതം സമർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ, ഞാൻ കർത്താവിനോട് പറഞ്ഞത് ഇത് മാത്രമാണ്: കർത്താവ്, എനിക്കൊരു ഇത്തിരി സമാധാനം വേണം. എൻ്റെ ഹൃദയത്തിൽ ഒട്ടും സ്വസ്ഥതയില്ല, എനിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, എനിക്കൊരു സമാധാനം വേണം എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കൊടുത്ത അന്ന് മുതൽ ഏകദേശം 35 കൊല്ലങ്ങളായി. കൊടുത്ത അന്ന് മുതൽ ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ നടത്തുന്നു. ഞാൻ അറിയാത്ത വഴികളിലൂടെ എന്നെ നടത്തുന്നു. ഒരു കാരണവശാലും ഉയരാൻ സാധിക്കില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഞാൻ, ഒരു കഴിവുമില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഞാൻ, അവസാനം ജോലി ചെയ്ത കമ്പനിയിൽ ആ കമ്പനിയുടെ ഒരു വൈസ് പ്രസിഡൻ്റായി ജോലി ചെയ്ത് ഇന്ന് നാട്ടിൽ വന്ന സുവിശേഷ വേലയോടൊപ്പം ജോലിയും ചെയ്തുകൊണ്ട് നിൽക്കുവാനുള്ള ഒരു വലിയൊരു കൃപ കർത്താവ് തരുന്നു. സമാധാനമുള്ളൊരു കുടുംബജീവിതം കർത്താവിന് തരുന്നു. ഇന്ന് ഞാൻ അനേക ഭവനങ്ങളിൽ പോയി യൗവനക്കാരെ യോഗങ്ങൾക്കെല്ലാം വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. എനിക്കറിയാം, കർത്താവിന് ഒരിക്കൽ ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സ്വർഗത്തിലെ ദൈവം മാറ്റിമറിക്കും. ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് ചിന്തിച്ചതായ അനേക കാര്യങ്ങൾ കർത്താവ് നമുക്ക് നടത്തിത്തരും. നമുക്കൊരിക്കലും പിടിക്കാൻ സാധിക്കില്ല, നമുക്കൊരിക്കലും പഠിക്കുവാൻ സാധിക്കില്ല, ഒരിക്കലും എനിക്കത് നേടുവാൻ സാധിക്കില്ല, ഈ വിഷയത്തിൽ എനിക്ക് ജയിക്കുവാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നതായ അനേക കാര്യങ്ങൾ കർത്താവ് നടത്തിത്തരും. ഞാൻ എൻ്റെ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന തുടക്കത്തിലാണ് ഞാൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. ഞാൻ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റ് എടുത്തു വെച്ചു. എടുത്തു വെച്ചിട്ട് ഞാൻ ഓരോ സെമസ്റ്ററിലെയും മാർക്ക് നോക്കി. ഞാൻ ഏതെല്ലാം സെമസ്റ്ററിൽ എനിക്ക് പഠിക്കുവാനുണ്ട്, എനിക്ക് അസൈൻമെൻ്റ് എഴുതാനുണ്ട്, എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് ഞാൻ യോഗങ്ങളെല്ലാം മുടക്കി നടന്നതായ എല്ലാ സെമസ്റ്ററിലും എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് പെർസെൻറ്റേജ് കുറവാണ്. എന്നാൽ ഏതെല്ലാം സെമസ്റ്ററിൽ ഞാൻ പഠനത്തോടൊപ്പം എൻ്റെ ബൈബിൾ വായന മുടക്കാതെ കൃത്യമായ യോഗങ്ങൾക്കെല്ലാം സംബന്ധിച്ച് ദൈവവചനത്തോട് ചേർന്ന് നടന്ന സെമസ്റ്ററുകളിലെല്ലാം എനിക്ക് ഹൈ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടി. ഞാനത് കഴിഞ്ഞപ്പോൾ ഓർത്തു, എൻ്റെ ദൈവമേ, ശരിയാണ്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി, പക്ഷേ എനിക്ക് കൂടുതൽ മാർക്ക് മേടിക്കാമായിരുന്നു. എല്ലാ സെമസ്റ്ററും കൃത്യമായി യോഗങ്ങൾക്ക് പങ്കെടുത്ത് ദൈവത്തിൻ്റെ വചനം കേട്ട് സത്യമാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, കാര്യം ഞാൻ യോഗത്തിന് പോകാത്ത സെമസ്റ്ററുകളിലെല്ലാം എന്തെങ്കിലുമൊക്കെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ ഇഷ്ടമായതുകൊണ്ട്, എന്നെ പ്രിയമായതുകൊണ്ട് എനിക്ക് അത്ഭുതകരമായ ഒരു ജയം നൽകുവാനും അതിനുശേഷം ബോംബെയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാനും അങ്ങനെ അനേക വർഷങ്ങൾ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാനെല്ലാം കർത്താവ് എനിക്ക് കൃപ തന്നു. എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്, അനേക വീഴ്ചകൾ വന്നിട്ടുണ്ട്, താഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തത് ഞാൻ തിരിച്ചെടുത്താൽ പോലും അവൻ എന്നെ വിടുകയില്ല. അവൻ്റെ സ്നേഹം എൻ്റെ പിന്നാലെ നിൽക്കും. അവൻ്റെ രണ്ടാമത്തെ വരെ അല്ലെങ്കിൽ എൻ്റെ മരണം വരെ കർത്താവായ യേശു ക്രിസ്തു എന്നെ നടത്തും, എന്നെ സംരക്ഷിക്കും. എൻ്റെ ഭയപ്പാടുകളെല്ലാം മാറി അന്ന് തൊട്ട് ഇന്ന് വരെ സമാധാനത്തോടെ ഉറങ്ങാൻ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതെന്ന്. ഞാൻ ബസ്സിൽ കയറിയാൽ ഉറങ്ങും, ട്രെയിനിൽ കയറിയാൽ ഉറങ്ങും, എവിടെയാണെങ്കിലും ഉറങ്ങും. അത് കർത്താവിൽ നിന്ന് കിട്ടിയ ഒരു കൃപയാണ് എൻ്റെ ഉറക്കം. സകല മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. ഈ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട്, ഈ കർത്താവിനെ അനുസരിച്ചുകൊണ്ട്, ഈ കർത്താവിനെ അനുഭാവികളായി, അവൻ്റെ ശിഷ്യന്മാരായി, അവൻ്റെ മക്കളായി, അവനോടൊപ്പം ഈ ആയുസ് നമുക്ക് പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പുതിയൊരു തീരുമാനമെടുക്കുവാനും, ഇന്ന് വരെ തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന് ജീവിതം സമർപ്പിച്ചുകൊണ്ട് പുതിയ തീരുമാനത്തോടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് ഓരോരുത്തരും കൃപ തരുമാറാകട്ടെ. ദൈവനാമം മാത്രം.